Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. അങ്കമാലി നഗരസഭയിൽ കഴിഞ്ഞ 4.5 വർഷത്തെ കോൺഗ്രസ് ഭരണം തികഞ്ഞ പരാജയമെന്ന് LDF. ഇക്കഴിഞ്ഞ 4.5 വർഷക്കാലം ചെയ്ത വികസന പദ്ധതികൾ സംബന്ധിച്ച് പരസ്യ സംവാദത്തിന് ഇടത് കൗൺസിലർമാർ ചെയർമാനെ വെല്ലുവിളിച്ചു. അങ്കമാലി നഗരസഭയിൽ കഴിഞ്ഞ 4.5 വർഷമായി തുടരുന്ന കോൺഗ്രസ് ഭരണത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് LDF കൗൺസിലർമാർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ LDF ഭരണകാലത്ത് കൊണ്ടുവന്ന വികസന പദ്ധതികളല്ലാതെ മറ്റൊന്നും അങ്കമാലിയിൽ ഉണ്ടായിട്ടില്ല. LDF ഭരണസമിതി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ഭരണകാലത്തു വന്ന 3 ചെയർമാൻമാരും ശ്രമിച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ് പറഞ്ഞു. അങ്ങനെ 20-ൽ അടിത്തറമാകിയ SC ഫ്ലാറ്റ്, രണ്ടാമത്തെ SC ഫ്ലാറ്റ് ഈ ഭരണസമിതി വന്ന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കൈമാറാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ 4 വർഷക്കാലം വൈകിപ്പിച്ചു എന്ന ഒരു നേട്ടം മാത്രമാണ് നഗരസഭയ്ക്ക് ആ കാര്യത്തിൽ ഉള്ളൂ. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ചെയർമാൻ പറഞ്ഞത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സ്ഥാപിച്ചു എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ നഗരസഭാ കാര്യങ്ങൾ അറിയാത്തതാണോ അതല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ലില്ലി വർഗീസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ചെമ്പന്നൂർ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തൊരു സ്ഥാപനമാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. അപ്പോൾ അത് ചെയർമാൻ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റൊന്ന് പ്രധാനമായിട്ട് ചെയർമാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. വഴിയോര വിശ്രമ കേന്ദ്രം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി, വഴിയോരത്ത് വിശ്രമിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. അങ്കമാലി നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിട്ടുള്ള, മുൻ ഭരണസമിതി കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് ഷെൽട്ടർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ ഒരു ബോർഡ് പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. എവിടെയാണ് ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ഒരു ബോർഡ് പോലും സ്ഥാപിക്കാതെയാണ് ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന വിഭാവനം ചെയ്ത പോലെ അല്ല ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. റോഡ് സൈഡിൽ വഴിയോരത്ത് തന്നെയാണ് ഇത് വേണ്ടത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ബസ് സ്റ്റാൻഡിന്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. തന്നെയല്ല, പട്ടി പ്രസവിച്ച് കിടക്കുന്ന ഒരു കേന്ദ്രമായി ഈ പറയുന്ന ടേക്ക് എ ബ്രേക്ക് സ്ഥലം മാറി. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഒരു പരിപാടികളും ഇക്കാലയളവിൽ നഗരസഭയിൽ നടന്നിട്ടില്ല. അധികാരം വീതം വയ്ക്കലും കാലുമാറ്റവുമാണ് നാളിതുവരെയുള്ള എല്ലാ കോൺഗ്രസ് ഭരണസമിതികളുടെയും മുഖമുദ്രയെന്ന് കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായ ബെന്നി മൂഞ്ഞേലി ചൂണ്ടിക്കാട്ടി. സ്ഥലം മേടിച്ചതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. കാരണം MCFനോട് ചേർന്നുള്ള സ്ഥലം, ഒരു തരി പോലും വഴിയില്ലാത്ത മുട്ടിനോളം വെള്ളമുള്ള സ്ഥലമാണ് 1.25 ലക്ഷം രൂപ വില വെച്ച് വാങ്ങിയത്. അതുപോലെ തന്നെ അതിന്റെ വലതുവശത്ത് അത് MCFനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലം, അതും 2 ലക്ഷം രൂപ വില വെച്ചാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ MCF വികസിപ്പിക്കണം, അവിടെ മാലിന്യ സംസ്കരണം നന്നായി നടക്കണം, അവിടെ നല്ല എല്ലാ നഗരസഭകളിലും നടക്കണം. അതിനുള്ള പരിപാടികളൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്, അത് കൃത്യമായി പാലിക്കപ്പെടുകയും ചെയ്യണം. പക്ഷെ അതിന് തന്നെ വേണ്ടിയിട്ട് ഒരു പ്രദേശം മുഴുവൻ മാലിന്യ കൂമ്പാരത്തിൽ ഒതുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്യാൻ പാടില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആരോഗ്യം ഏറ്റവും കൂടുതൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ മാരകമായ രോഗങ്ങൾ പടർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. കായികമായ വിനോദത്തിന് വേണ്ടി കായികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് അടുത്ത സ്ഥലം, വേറൊരു സ്ഥലം അവിടെ വാങ്ങിയിട്ടുള്ളത് എന്നാണ് ചെയർമാൻ പറയുന്നത്. മാലിന്യ സംസ്കരണവും ആരോഗ്യ പരിപാലനവും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എനിക്ക് അതിന്റെ വിരോധാഭാസം മനസ്സിലാവണില്ല. MCFനോട് ചേർന്ന് തന്നെ വേണോ നമുക്ക് ആ പിള്ളേർക്ക് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള സ്ഥലം? ഏലിയാസ് പറഞ്ഞെടുത്ത് വെച്ച് അവസാനിപ്പിക്കുന്നു. ഒരു ന്യായമായ സംവാദത്തിന് ഞങ്ങളെല്ലാവരും തയ്യാറാണ്. UDFന്റെ ഭാഗത്ത് ഇപ്പോഴും 16-17 പേരോളം ഉണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് 10 തന്നെ ഉള്ളൂ. ഞങ്ങൾ തയ്യാറാണ്. അവരിരുന്നോട്ടെ. ഇതിൻ്റെ രേഖകൾ സഹിതം
നമുക്കൊരു സംവാദത്തിനിരിക്കാം. അങ്കമാലിയിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം. ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാതെ നികുതിപ്പണം ദുരുപയോഗം ചെയ്ത ഒരു ഭരണസമിതിയാണ് അങ്കമാലിയിലുള്ളതെന്ന് കൗൺസിലർ മാർട്ടിൻ ബി മുണ്ടാടൻ പറഞ്ഞു. ഒരു ബഡ്ജറ്റിൽ 2022-23 ബഡ്ജറ്റിൽ 20 കോടി രൂപയിൽ താഴെ വില വരുന്ന ഒരു ടൗൺ ഹാൾ സമുച്ചയം പണിയുന്നതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ച ചിത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുവാൻ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇന്ന് അവിടെ നടത്തുവാനായിട്ടുള്ള പോരായ്മ അവിടെ ഉള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് അങ്കമാലി ചർച്ച് നഗർ നമുക്കറിയാം, 2 പള്ളികളുള്ള സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഹൈവേ ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ അപകടങ്ങൾ, 5 പേര് ഒറ്റ അപകടത്തിൽ ബസ് ഇടിച്ച് മരിച്ചത് നമ്മുടെ ഓർമ്മയിലൊക്കെ ഇന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു മുകളിലൂടെ പാസ് ചെയ്യുന്നതിനുള്ള അണ്ടർഗ്രൗണ്ട് പാസേജോ അതല്ലെങ്കിൽ മുകളിലൂടെ ഒരു പാസേജോ നിർമ്മിക്കാൻ അങ്കമാലി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? KSRTC ബസ് സ്റ്റാൻഡ് സമുച്ചയം, അവിടെ ജനങ്ങൾക്ക് പാസ് ചെയ്യുന്നതിനോ റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നഗരസഭാ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടോ? LDF കൗൺസിലർമാരായ PN ജോഷി, ഗ്രേസി ദേവസി, അജിത ഷിജോ, രജനി ശിവദാസൻ, സരിത അനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ തയ്യാറാണ്. അവർ ഒരുമിച്ചൊരു പത്രസമ്മേളനം വരെ നടത്തി പോകാൻ അവർക്ക് സാധിക്കില്ല. മുൻ ചെയർമാൻമാർ ഉൾപ്പെടെ ഇന്നലെ നടത്തിയിൽ നിലവിൽ ചെയർമാൻ മാത്രമേ ഉണ്ടായുള്ളൂ. സാധാരണ ചെയ്യുന്നത് ഞങ്ങൾ 5 വർഷം കൊണ്ട് ഇന്നു ചെയ്തു 3 ചെയർമാൻ ഇരുന്ന് പത്രസമ്മേളനം നടത്താൻ പറ്റിയവർക്ക് അവർക്ക് പറ്റൂല. അപ്പം ഞങ്ങൾ LDFന്റെ എല്ലാ കൗൺസിൽസും എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ്. അത് ന്യായമായ വികസന പ്രവർത്തനങ്ങൾ അങ്കമാലിക്കാർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഏത് വികസനം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പദ്ധതി ഞങ്ങൾ നിയമപരമല്ലാത്ത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഉഡായിപ്പ് പണികൾ എന്ന് പറയുമ്പോൾ നാടൻ ഭാഷയിൽ അത് ഞങ്ങൾ തീർത്തിട്ടുണ്ട്. പക്ഷേ ന്യായമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ കൂടെ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ആണ് അങ്കമാലി നഗര സ്ഥിതി. അതിഗുരുതരമായിട്ടുള്ള വീഴ്ച നിലവിലെ ഭരണസമിതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വീഴ്ച വന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. വീഴ്ച മനഃപൂർവ്വമാണ്, അല്ല അറിയാതെ പറ്റിയതല്ല, മനഃപൂർവ്വമായ വീഴ്ചകളാണ്. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.